നമസ്കാരം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു താരകമാണ്. സോഷ്യൽ മീഡിയയുടെ ദത്തുപുത്രൻ എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഒരു പാവം കുമ്പളങ്ങിക്കാരനാണ്. അതെല്ലാവരും പറയുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ലുലുമാളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴും ഒരുപാട് വ്യക്തികൾ ഒരു ലാലിൻ്റെ കട്ടുള്ള കാരണം വന്ന് സെൽഫി എടുക്കാനും കാര്യങ്ങൾക്കും എല്ലാം വരുന്നുണ്ട്. ഞാൻ കൊച്ചിൻ ബിനാലയുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന വ്യക്തിയാണ്. സാർ ബോസ് കൃഷ്ണമാചാര്യയുടെ കൂടെ കൊച്ചിൻ ബിനാലയുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നു. ഇപ്പോൾ ദി റിവഞ്ച് എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ നിറഞ്ഞാടുന്ന ഒരു വില്ലൻ കഥാപാത്രവുമായി കടന്നു വരികയാണ് നിങ്ങളിലേക്ക്. പടം കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു 3/4 ഭാഗമായി. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുമ്പളങ്ങിക്കാരനെ ബിഗ് സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇപ്പൊ ഒന്ന് കണ്ടെങ്കിൽ ഇറങ്ങിയതേ ഉള്ളൂ. ജസ്റ്റ് എന്തായാലും പടം ഞാനിപ്പോ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതാണ്. അപ്പൊ എൻ്റെ ഇക്കട മൂവി ആകുമ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിൽ എന്തായാലും എന്നെ അറിയാവുന്നതാണ്. എന്നെ കുമ്പളങ്ങിക്കാരനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മമ്മൂക്കിയാണ് നേരിട്ട് അറിയാം. ഞാൻ ദുൽഖർ സൽമാന്റെ വീടിന്റെ വർക്കിന്, ഇന്റീരിയലിന്റെ വർക്കിന് ഉണ്ടായതാണ്. സുൽഫത്ത് മേഡത്തിനും എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇക്കട മൂവി അത് റിലീസാകുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ. ആരെല്ലാം വന്നാലും ആരെല്ലാം പോയാലും ഇക്കയുടെ ലെവലൊന്ന് വേറെയാണ് മക്കളെ. അത് വേറെ ലെവലാണ്. ഇക്ക ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ നിന്നോണ്ടല്ല, അത് പൊള്ളി ലെവലാണ്. ഇക്കയുടെ ലെവല് വേറെയാണ്, അത് വേറെ ലെവൽ കേട്ടാ. ഓക്കെ വെച്ചാൽ വരെ പുള്ളിക്ക് അന്ന് ഇന്നും പുള്ളിക്ക് ചെറുപ്പം കൂടിക്കൊണ്ടിരിക്കുക മമ്മൂക്കാക്ക്. അത് ഏത് ക്യാരക്ടർ ചെയ്താലും അദ്ദേഹം നിറഞ്ഞാടിക്കളയോ. മമ്മൂക്കയുടെ ലെവല് വേറെയാണ് മക്കളെ. അതിപ്പോ ആരെല്ലാം വന്നാലും ആര് വന്ന് പോയിക്കോട്ടെ, ഇക്കയുടെ ലെവല് ദിങ്ങനെ അതങ്ങനെയാണ്. ഇക്കയുടെ ലെവല് വേറെയാണ്. ഓക്കെ. അയ്യോ, മമ്മൂക്കയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറ സാന്നിധ്യമാണ്. എന്താന്ന് വെച്ചാൽ ഈ മമ്മൂക്കയുടെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു മനുഷ്യനാണ്. എത്ര കഥാപാത്രങ്ങൾ ചെയ്ത് അമരം പല കഥാപാത്രങ്ങളിലൂടെ കടന്നു വന്നൊരു മനുഷ്യനാണ്. അപ്പൊ പ്രത്യേകിച്ചു നമസ്കാരം. ബിലാല് വരണം, ബിലാല് വന്ന് നിറഞ്ഞ് ആടണം ബിലാല്. എന്റെ ഒരു ആഗ്രഹം ഞാനിപ്പോ ഒരു റിവഞ്ച് എന്ന് പറഞ്ഞൊരു മൂവിയിൽ വില്ലൻ ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നിറഞ്ഞാടുന്ന വില്ലൻ ക്യാരക്ടർ ചെയ്യണം. അപ്പൊ എനിക്ക് ബിലാലിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ഒരു ആഗ്രഹം ഉണ്ട്. ഇക്കടെ അതിലിറങ്ങി ഒന്ന് പൊളിക്കണം. കൊച്ചി പഴയ കൊച്ചിയല്ല മക്കളെ. ബിലാല് വേറെ ലെവലാണ്. ബിലാല് തൊപ്പി ഊരിയ കൊട്ടും ഭീകരനാണ്. ബിലാലിനുണ്ടാവും. ബിലാലിനെ ഒരു ക്യാരക്ടർ ചെയ്യും ഈ കുമ്പളങ്ങിക്കാരൻ. ഇത് 2 മുഖങ്ങളാണ് എനിക്ക് 2 മുഖങ്ങളാണ്. തൊപ്പി വെക്കുമ്പോ ലാലിന്റെ ഫേസ് കെട്ടാണ്. തൊപ്പി ഊരാൻ നേരത്ത് കൊട്ടും ഭീകരൻ. ഓക്കെ, ശിവാജി. ഓക്കെ, താങ്ക് യു. ബിലാല് വരോ?